പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എവിടെ? ഈ ചോദ്യം ഉന്നയിക്കുന്നത് ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ നിന്നാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കെല്ലാം രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ വലിയ വിമർശനമുണ്ട്. വിദേശയാത്രയിലാണ് രാഹുൽ എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന മറുപടി. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ നിർണായകമായ നീക്കങ്ങൾ നടക്കേണ്ട ഈ സമയത്ത് രാഹുൽ ഗാന്ധി രാജ്യത്തില്ലാത്തത് വലിയ ആശയക്കുഴപ്പങ്ങൾക്കും ഇടവച്ചിട്ടുണ്ട്. അയോധ്യ വിഷയം, പരീക്ഷാ ക്രമക്കേട്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അടക്കമുള്ള വലിയ വിഷയങ്ങളിൽ കേന്ദ്രത്തെ കടന്നാക്രമിക്കാൻ കഴിയുന്ന വിഷയങ്ങളിലെല്ലാം രാഹുൽ രംഗത്തില്ല. തീരുന്നില്ല. കോൺഗ്രസിന്റെ സംഘടനാ രംഗത്തും രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പഞ്ചാബിലും ഗോവയിലും അടക്കം കോൺഗ്രസിന് ഗുരുതരമായ സംഘടനാ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. പക്ഷേ ഇവിടെയൊന്നും പരിഹാര വിഷയമായി രാഹുൽ ഗാന്ധി എത്തുന്നില്ല എന്നതാണ് സാഹചര്യം. രാഹുൽ വന്ന ശേഷം എല്ലാം പരിഹരിക്കും എന്ന കാര്യമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. എവിടെ രാഹുൽ ഗാന്ധി എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, രാഹുൽ ഗാന്ധി എവിടെയെന്ന ചോദ്യം ആദ്യം ബി.ജെ.പി. ആണ് ഉയർത്തിയത്. പക്ഷേ ഇപ്പോൾ ദേശീയ തലത്തിലൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. കോൺഗ്രസും ഒക്കെ ഇതിന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പ്രധാനപ്പെട്ട പല വിവാദ വിഷയങ്ങളിലടക്കം അഭിപ്രായം പറയാൻ രാഹുൽ ഇല്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ പരിശോധിക്കുമ്പോൾ ജൂലൈ 2-നാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പോസ്റ്റായി കാണാൻ നമുക്ക് കഴിയുന്നത്. എവിടെ രാഹുൽ എന്ന ചോദ്യത്തിന് കോൺഗ്രസിന് മറുപടി ഉണ്ടോ? എന്താണിത് ദേശീയ തലത്തിലെ ചർച്ച? തീർച്ചയായും സൈത്ത്, ഇവിടെ നമ്മൾ ഈ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീ പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജിയുടെ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് വേണം ഈ വാർത്ത ഒന്ന് പരിശോധിക്കാൻ. അവർ പറഞ്ഞത് 2014 മുതൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുഖമാണ്. പക്ഷെ അന്നു മുതൽ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഗതികേട് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നുള്ളത് പൂർണ്ണമായും 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഒരു സംഗതിയാണ്. അവിടെ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷനാകുന്നത് കോൺഗ്രസിനെ ചെറിയ പ്രതിസന്ധിയിലല്ല ചെന്നപ്പെടുത്തുന്നത് എന്ന പ്രധാനപ്പെട്ട ഒരു പരാമർശം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ നിന്ന് ഇടയ്ക്കിടെ അപ്രത്യക്ഷനാകുന്ന രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പരാമർശം എന്നത് ശ്രദ്ധേയമാണ്. ഇതുതന്നെയാണ് പലപ്പോഴും കോൺഗ്രസ് നേതാക്കളും സജീവമായി തന്നെ ചോദിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ ബി.ജെ.പി. ഈ വിഷയത്തിൽ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നു. ഡൽഹിയിലടക്കം പോസ്റ്ററുകൾ പതിപ്പിച്ചുകൊണ്ട് രാഹുൽ എവിടെ, രാഹുലിനെ കണ്ടെത്തിയാൽ സമ്മാനം എന്നൊക്കെ പറഞ്ഞ നിരവധി പോസ്റ്ററുകൾ ഡൽഹിയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. നേരത്തെ സജിത്ത് പറഞ്ഞു തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ധർമ്മേന്ദ്ര പ്രധാനെതിരെ പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ UPSC പരീക്ഷയുമായൊക്കെ ബന്ധപ്പെട്ട് ഉയർന്ന പശ്ചാത്തലമുണ്ട്. അവിടെ കോൺഗ്രസിന്റെ മുന്നണിയിൽ നിന്ന് ഈ പോരാട്ടം നയിക്കേണ്ട നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. കോക്രോച്ച് പാർട്ടിയൊക്കെ ജന്തർ മന്തർ സമരമുഖമാക്കിയപ്പോൾ അവിടെ കോൺഗ്രസിന്റെ അസാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അങ്ങനെ ബി.ജെ.പിക്കെതിരെ ദേശീയതലത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപിടി വിഷയങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന് ഉണ്ട്. ദേശീയതലത്തിൽ തങ്ങൾക്ക് അനുകൂലമായ നിരവധി സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ള വിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. പ്രതിക്കൂട്ടിലായ സംഭവവികാസങ്ങൾ നിരവധിയാണ്. അത് മാത്രമല്ല, നിരവധി സംസ്ഥാനങ്ങളിൽ പല MLA-മാരെയും അടർത്തിയെടുത്ത് മുന്നണി സംവിധാനം പോലും തകരുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ഇതിനെയൊക്കെ പ്രതിരോധിക്കുകയും ഇത്തരം വിഷയങ്ങൾ ജനങ്ങൾക്കിടയിലും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്, പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. പക്ഷേ രാഹുലിൻ്റെ മുഖം എങ്ങുമില്ല. രാഹുൽ വിദേശത്താണ് എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. നമ്മൾ പറയുന്ന പോലെ സംസ്ഥാനങ്ങളിലെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണമായി കേരളത്തിൽ KPC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് KPC അധ്യക്ഷൻ ഏതാണ്ട് രാജി സമർപ്പിച്ച് സജീവമല്ലാത്ത മട്ടാണ്. പകരം ഒരു കോൺഗ്രസ് അധ്യക്ഷൻ വരണമെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ കൂടി സാന്നിധ്യം വേണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. രാഹുൽ മടങ്ങി വന്ന ശേഷം തീരുമാനം എന്നാണ് ഇവിടുത്തെ നേതാക്കളെ തൃപ്തിപ്പെടുത്താനായി കോൺഗ്രസ് പറയുന്നത്. അത് മാത്രമല്ല, പഞ്ചാബിലും ഗോവയിലും ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ് എന്നുള്ളതാണ്. വിഭാഗീയത ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ തോതിലാണ്. കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും സമീപ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിന് പ്രതീക്ഷയുള്ള രണ്ട് സംസ്ഥാനങ്ങൾ കൂടിയാണ് പഞ്ചാബും ഗോവയും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഗോവയിൽ കഴിഞ്ഞ മെയ്യിൽ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ഗിരീഷ് ചോദങ്കറോയ്ക്കെതിരെ അതൃപ്തി രൂപപ്പെടുകയും അവിടെ പ്രാദേശികമായുള്ള നേതാക്കൾ ചേർന്നുകൊണ്ട് ഗോവ കോൺഗ്രസ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കാനുള്ള ശ്രമത്തിലും മറ്റുമാണ്. നമുക്കറിയാം, ഗോവയിൽ അധികാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ഭൂരിപക്ഷം നേടിയ പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ മെല്ലെപ്പോക്ക് കാരണം ആ MLA-മാരെ മുഴുവൻ റാഞ്ചി അവിടെ സർക്കാർ രൂപീകരിക്കാൻ ബി.ജെ.പിക്കായതൊക്കെ എപ്പോഴും കോൺഗ്രസിന്റെ അധ്യായത്തിൽ ഒരു കറുത്ത ഏടാണ് എന്നുള്ളതാണ്. സമാനമായി തന്നെ പഞ്ചാബിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. പഞ്ചാബിൽ നിരവധി വിഷയങ്ങൾ പാർട്ടിയെ മനീഷ് തിവാരി, അവിടുത്തെ മുതിർന്ന മനീഷ് തിവാരിയെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടുള്ള പുനഃസംഘടനയും ഒക്കെ വന്നപ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ആ സംസ്ഥാനം നേരിടുന്നുണ്ട്. അത് മാത്രമല്ല, മമതാ ബാനർജിയെ പോലെയുള്ള നേതാക്കൾ, ശരത് പവാറിനെ പോലുള്ള നേതാക്കളൊക്കെ ഇപ്പോൾ കോൺഗ്രസുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും കോൺഗ്രസിൽ ലയിക്കുക അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കും
രാജിവെക്കുകയും മറ്റും ചെയ്ത പശ്ചാത്തലമൊക്കെയുണ്ട്. അവരെയൊക്കെ പാർട്ടിയോട് ചേർത്ത് നിർത്തുക എന്ന വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതും അതിനായി മുൻകൈ എടുക്കേണ്ടതും രാഹുൽ ഗാന്ധി എന്ന നേതാവാണ്. പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യയിൽ ഇല്ല. അദ്ദേഹം എവിടെയാണ് എന്ന് പറഞ്ഞാൽ വിദേശത്താണ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യം വേണമല്ലോ. പക്ഷേ കോൺഗ്രസിന് ഏത് രാജ്യത്താണ് രാഹുൽ ഗാന്ധി എന്ന കാര്യം വ്യക്തമാക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നതാണ് ആ പാർട്ടിയുടെ ഒരു ഗതികേട്. അങ്ങനെ തങ്ങളുടെ മുഖമായി നിൽക്കേണ്ട, തങ്ങളെ നയിക്കേണ്ട, ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, BJPക്കെതിരെ കടന്നാക്രമിക്കേണ്ട ഒരു നേതാവിൻ്റെ അസാന്നിധ്യമാണ് ആ പാർട്ടിയെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നത്. കോൺഗ്രസിന്റെ മുഖമായി ഇപ്പോൾ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് മല്ലികാർജ്ജുന ഖാർഗെ അല്ലെങ്കിൽ KC വേണുഗോപാൽ രണ്ടുപേരുമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ജനപ്രീതിയുള്ള, ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. പക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പോൾ അപ്രത്യക്ഷനാണ്. എവിടെയാണ് എന്നതിൽ കോൺഗ്രസ് പാർട്ടിക്കോ നേതാക്കൾക്കോ കൃത്യമായ ഒരു ധാരണയില്ല. അത് വളരെ കൃത്യമായി തന്നെ BJPയും മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ എതിരാളികളും ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. സൈത്ത്, യെസ്, അതാണ് സാഹചര്യം. രഞ്ജിത്ത്, ഒരു കാര്യം കൂടി, ഈ പൊതുവിൽ ദേശീയ തലത്തിൽ സ്ഥിരതയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ. ആക്ഷേപം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ കേൾക്കുന്നയാളാണ്. ചിലയിടങ്ങളിൽ സജീവമായി നിൽക്കും, പെട്ടെന്ന് അപ്രത്യക്ഷനാവും. ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട്, അന്നും ഈ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണോ ഇത് ഉയരുന്നത്? ഇത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കൊക്കെ സമാനമായി ഇതൊരു പരസ്യമാക്കുന്നില്ലെങ്കിലും ആ ആക്ഷേപം അവർക്കുമുണ്ടെന്ന് വേണോ മനസ്സിലാക്കാൻ? മുന്നണി ഇപ്പോൾ ഏതാണ്ട് തകർന്ന മട്ടാണ്. പ്രധാനമായും DMK പോലെ ഒരു കക്ഷിയുമായി അവർ മാറി, DMKയുമായി ബന്ധം അത് അവസാനിപ്പിച്ചതിന് ശേഷം തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രതിസന്ധികളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാബിൽ സമാനമായ തരത്തിലുള്ള കോൺഗ്രസിൻ്റെ ഒറ്റയ്ക്കുള്ള പോരാട്ടം നടത്തേണ്ട അവസ്ഥയാണ്. ബംഗാളിൽ മമതാ ബാനർജിയുമായി ഉരസലുണ്ട്. മമതയെ പല വിഷയങ്ങളിലും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള ചിന്ത മമതയ്ക്കുണ്ട്. അങ്ങോട്ട് ചെന്ന് കോൺഗ്രസുമായി സഖ്യത്തിലേർപ്പെടാൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുമായി ഒരുമിച്ച് നിൽക്കാനൊക്കെ തയ്യാറെടുത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണമില്ല എന്നുള്ള പരാതി മമതാ ബാനർജിക്കുണ്ട്. ശരത് പവാർ ആകട്ടെ BJPയുമായും ചർച്ച നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. മഹാരാഷ്ട്രയിൽ ആകപ്പാടെ ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രതിസന്ധിയുണ്ട്. അങ്ങനെ മുന്നണി സംവിധാനം ആകെ തകരാറിലായിരിക്കുകയാണ്. രാഹുൽ മുൻകൈയെടുത്ത് രൂപീകരിച്ച ആ മുന്നണി സംവിധാനത്തിൽ ഒരുപാട് തകരാറുള്ള സമയത്താണ് രാഹുലിനെ പോലെ ഒരു നേതാവ് ഇല്ലാതിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൈത്ത്. മാത്രമല്ല, നേരത്തെയും സൈത്ത് പറഞ്ഞുള്ള സമാനമായി തന്നെ പലതരത്തിലുള്ള മുങ്ങലുകളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട വിഷയങ്ങൾ രാജ്യത്തുടനീളം ആഞ്ഞടിക്കുമ്പോൾ BJPയെ, നരേന്ദ്രമോദിയെ പ്രതിക്കൂട്ടിലാക്കാൻ നിരവധി വിഷയങ്ങൾ തൊട്ടു മുന്നിലുള്ളപ്പോൾ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ രാഹുൽ ഇത്തരം വിദേശയാത്രകളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ആക്ഷേപമാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്ന പശ്ചാത്തലമുള്ളത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ചില കേന്ദ്രങ്ങൾ പറയുന്ന രാഹുൽ ഗാന്ധിയുള്ളത് സീഷെൽസ് എന്ന ദ്വീപിലാണ് എന്നുള്ളതാണ്. പക്ഷെ അതിലൊന്നും വ്യക്തതയില്ല. സീഷെൽസിലാണോ രാഹുൽ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. സാധാരണ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാവാണ്, Z+ കാറ്റഗറി സെക്യൂരിറ്റിയുള്ള നേതാവാണ്. അങ്ങനെ ഒരാൾ പോകുമ്പോൾ അത് എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു കാര്യം കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിടേണ്ടതുണ്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കുറഞ്ഞപക്ഷം പാർട്ടി അണികൾക്കെങ്കിലും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ പല സമയത്തും രാഹുലിൻ്റെ ഇത്തരം യാത്രകൾ ദുരൂഹമാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രകളുമായി ബന്ധപ്പെട്ട് എന്ത് ലക്ഷ്യത്തിൻ്റെ പുറത്താണ്? നമുക്കറിയാം, ഇറ്റലിയിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് കുടുംബ വേരുകളൊക്കെ ഉണ്ട്. ഇറ്റലിയിലാണോ അദ്ദേഹം എന്ന കാര്യത്തിലും ഒരു ഉറപ്പ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്ഥലമാണ് ഇറ്റലി. പക്ഷേ ആ രാജ്യത്തേക്കാണോ യാത്ര എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മറ്റു പല രാജ്യങ്ങളിലും ബന്ധങ്ങളുണ്ട് രാഹുലിന് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഏത് രാജ്യത്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയില്ല. പക്ഷേ BJPയും അത് സംബന്ധിച്ച ഒരു തെരച്ചിൽ തയ്യാറാകുന്നില്ല എന്ന് ശ്രദ്ധേയമാണ്. രാഹുൽ തിരിച്ചു വരൂ, എവിടെയാണ്, രാഹുലിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററുകൾ പതിപ്പിക്കുന്നതിനപ്പുറം മറ്റൊരു തരത്തിൽ അത് പ്രചരണ ആയുധമാക്കാനൊന്നും BJP തയ്യാറാകുന്നില്ല എന്ന് ശ്രദ്ധേയമാണ്. ഏതായാലും ഇന്ത്യ മുന്നണിക്കുള്ളിൽ വലിയ അസംതൃപ്തിയുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വല്ലാത്തൊരു അനിശ്ചിതത്വവും ആശയക്കുഴപ്പവുമുണ്ട്. ഇനിയും ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ രാഹുലിന് സാധിക്കുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാർട്ടിയുടെ മുഖം മാറുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു. പ്രിയങ്ക ഗാന്ധി പാർട്ടി നേതൃത്വം പൂർണ്ണമായും ഏറ്റെടുക്കുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥിരമായ അസാന്നിധ്യം എന്നതും ശ്രദ്ധേയമാണ്. സയ്യിദ്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി എവിടെയെന്ന ചോദ്യം ഉയരുന്നു ദേശീയ തലത്തിൽ. അത് BJPക്ക് സാധ്യതയുണ്ടാക്കുന്നുണ്ട്. ഒപ്പം പ്രതിപക്ഷ ചേരിയിൽ BJPക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ കിട്ടുന്ന അവസരമുണ്ടായിട്ടും എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.